നമസ്കാരം. ഇന്ന് ഞാൻ അയക്കൂറ കൊണ്ടുള്ള ഒരു കിടിലൻ കറിയാണ് കേട്ടോ. പച്ച തേങ്ങ അരച്ചിട്ടുള്ള ഒരു കിടിലൻ കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് നമുക്ക് മടങ്ങി വന്നാലോ. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 5 അയക്കൂറയാണ് ഇതിൽ നിന്ന് എടുക്കുന്നത്. പിന്നെ അതുകൂടാതെ ഒരു 12 ഉള്ളി രണ്ടായി കീറി വെച്ചത്, ഒരു കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 2 മീഡിയം സൈസ് തക്കാളി, അരമുറി നാളികേരം, ഇതെല്ലാം അവിടെ റെഡിയാക്കി വയ്ക്കുക. പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവട്ട് കൊടുക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇത് 3 കൂടി ഇതിലേക്ക് തട്ടുന്നു. മുള്ളം ബ്രൗൺ ആവുന്നത് വരെ വഴറ്റുന്നു. ഒരു വലിയ സ്പൂൺ നിറയെ മല്ലിപ്പൊടി, അതേ സ്പൂണിൽ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചതുണ്ട്, അതിട്ട് കൊടുത്തു. വീണ്ടും തക്കാളി നല്ല രീതിയിലൊന്ന് വഴറ്റുന്നതിനായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്വല്പം വെള്ളം, ചുടുവെള്ളം ഒഴിച്ചു. നല്ല രീതിയിൽ തക്കാളി ഇത് അവിടെ വഴന്നു വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായതിനു ശേഷം നമുക്കിതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി വഴറ്റാനൊന്നുമില്ല. ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് ഇത് ഒരു ചട്ടി വെച്ചിട്ട് ആ ചട്ടിയിലേക്ക് ഒഴിക്കാം. സ്വല്പം വെള്ളം കൂടി ഞാൻ മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. കുടംപൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. തിളപ്പിച്ച് വെച്ചതാണ്. 4 കുടംപൊടി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കുന്നു. കറിവേപ്പില ഇടുന്നു. പച്ചമുളക് ഇടുന്നു. അടച്ചു വയ്ക്കുന്നു. തിള വരുന്നത് വരെ വേവിക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് നേരം വേവിച്ചാൽ നമ്മുടെ അയക്കുറയെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടും. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ട് ഇറക്കി വെക്കാം. ഇനി ഇത് ചെറുതായിട്ടൊരു വറവ് ചേർക്കാനുണ്ട്. അതിനായിട്ട് ചെറിയ പാൻ വയ്ക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചെറിയ ഉള്ളി 10 എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുന്നു. സുന്ദരമായിട്ടുള്ള അയക്കുറ കറി റെഡി. അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.